നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 722. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 722 സന്താനഗോപാലം ഭാഗം 1 നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ 38ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. എങ്ങനെ? ചങ്ങാതിയാം നിനക്കെന്നെ മറക്കാനാവതോ സഖേ, തോന്നിത്തുടങ്ങി തന്നോട് കൃഷ്ണൻ ചോദിച്ചിടും വിധം. കൃഷ്ണൻ ചോദിക്കുന്ന പോലെ തോന്നിന. മാത്രമല്ല, പാർത്ഥൻ കണ്ണീർ കിനിഞ്ഞും കൊണ്ട് ഓർത്താൻ ഉൾപ്പൂവിൽ ഇങ്ങനെ തൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു. എങ്ങനെ വിചാരിച്ചു? അത് ഇന്ന് പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പറയാം. വിപ്രൻ്റെ മുമ്പിൽ വെച്ച് ഈ ഞാൻ അവമാനിച്ചു ചൊൽകിലും, ബ്രാഹ്മണൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ബലരാമനെയും ശ്രീകൃഷ്ണനൊക്കെ അവഹേളിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഉഗ്രസേന മഹാരാജാവിൻ്റെ സവിധത്തിൽ ഇന്നലെ ആ വാക്ക് കിട്ടാൻ വേണ്ടി വളരെ വിഷമിച്ചു. പക്ഷേ അവസാനം കിട്ടി. അപ്പോൾ വിപ്രൻ്റെ മുമ്പിൽ വെച്ച് ഈ ഞാൻ അവമാനിച്ചു ചൊൽകിലും അതേതും ഉള്ളിൽ ഓർക്കാതെ. അതാണ് വലിയ വലിയ ആൾക്കാരുടെ ഗുണം. അതേതും ഉൾക്കാമ്പിൽ വെച്ച് അതേതും ഉള്ളിൽ ഓർക്കാതെ പിന്നിൽ വന്ന് എന്നോട് ആവിധം ഞാനും വരേണ്ടയോ ചോദിച്ചില്ലയോ കരുണാനിധി. കാരണം ഭഗവാൻ ഈഗോലെസ്സാണ്. ഈശ്വരൻ ഈഗോ ഇല്ല. ഈശ്വരന് സ്വാർത്ഥബുദ്ധിയില്ല. സ്വാർത്ഥബുദ്ധി ഉള്ളവർക്കാണ് യുഗം ഉണ്ടാവുക. എൻ്റേതെന്നും എനിക്കെന്നുള്ളതും. അതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. എൻ്റെ സോറി, അങ്ങനെ ഒന്ന് ആപത്താണ്. അതാണ് ആ ഒരു ധാരണയാണ് ലോകത്തെ തിന്മയിലേക്ക് നയിക്കുന്നത്. നന്മയിലേക്ക് നയിക്കുന്നത് പ്രീതിജനകമായിട്ട് ജീവിക്കുക. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി അവരവരെ കുറച്ച് ബുദ്ധിമുട്ടിയാലും അതാണ് മാധുര്യം, അതാണ് ആധ്യാത്മികം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേതും ഉള്ളിലോർക്കാതെ പിന്നിൽ വന്ന് എന്നോട് ആവിധം ഞാനും വരേണ്ടയോ ചോദിച്ചില്ലയോ കരുണാനിധി. അത് എന്നോട് അവസാനത്തെ ചോദ്യമെന്നോർത്തതില്ല ഞാൻ. ഇത്രയും പ്രശ്നഭംഗിലമായ ഒരവസ്ഥയിലേക്ക് എന്നെ നയിക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല എന്നാണ് പറഞ്ഞത്. അത് എന്നോട് അവസാനത്തെ ചോദ്യമെന്നോർത്തതില്ല ഞാൻ. ഏതെല്ലാം വിധമാണ് എന്നെ രക്ഷിച്ചത് അഖിലേശ്വരൻ. പാണ്ഡവന്മാരെ, പ്രത്യേകിച്ച് അർജുനനെ ഏതെല്ലാം അപകടങ്ങളിൽ നിന്നാണ് രക്ഷിച്ചിട്ടുള്ളത്. അതൊക്കെ കാറ്റിൽ പറത്തി ഞാൻ, എൻ്റെ യുഗോ കാരണം. അദ്ദേഹം പറയാം, അതെന്നോട് അവസാനത്തെ ചോദ്യമെന്നോർത്തതില്ല ഞാൻ. ഏതെല്ലാം വിധമാണ് എന്നെ രക്ഷിച്ചത് അഖിലേശ്വരൻ. സർവം മറന്നോരെന്നെ പോലാരുണ്ട് ഇത്ര കൃതജ്ഞനായി. കൃതജ്ഞതയ്ക്ക് പകരം കൃതജ്ഞനായി ഞാൻ. കൃതജ്ഞത ഇല്ലാത്തവനാണ് കൃതജ്ഞന്മാരെന്ന് പറയാം. സർവം മറന്നോരെന്നെ പോലാരുണ്ട് ഇത്ര കൃതജ്ഞനായി. അനാദരിച്ചു ഞാൻ എൻ്റെ മഹാപ്രഭുവിനെ സ്വയം. മഹാപ്രഭുവിനെ ഞാൻ എന്തു ചെയ്തു? അനാദരിച്ചു, ആദരിച്ചില്ല. മുമ്പിൽ ചെന്നിടുവാൻ പോലും വയ്യാത്ത വിധം അത്രയും. അദ്ദേഹത്തിന് മുമ്പിലേക്ക് പോവാൻ പറ്റാത്തൊരവസ്ഥയിലപ്പോൾ മുമ്പിൽ ചെന്നിടുവാൻ പോലും വയ്യാത്ത വിധമത്രയും മഹാപരാധം ചെയ്തതൻ പാപമകറ്റുവാൻ പ്രായച്ചിത്തം ഇതാ കൃഷ്ണ ചെയ്യുകയാം നിൻ്റെ അർജുനൻ. ഞാൻ അങ്ങയെ അവമാനിച്ചതിനുള്ള
എന്താ പറയുക, പ്രായച്ചിത്തം തീയിൽ ചാടി മരിക്കാൻ പോവാ ഞാൻ എന്നാണ് പറഞ്ഞത് അദ്ദേഹം. അപ്പോൾ മുമ്പിൽ ചെന്നിടുവാൻ പോലും വയ്യാത്ത വിധം അത്രയും മഹാപരാധമാം ചെയ്തതിൻ പാപമകറ്റുവാൻ പ്രായച്ചിത്തം ഇതാ കൃഷ്ണ ചെയ്യുകയാം എൻ്റെ അർജുനൻ. എന്നിട്ട് പറയണു, ആളിക്കത്തിപ്പിടിച്ചുള്ള തീയിൽ ആ മട്ടിലോർത്തുടൻ കുതിച്ചു ചാടീനാനുള്ളിൽ കൃഷ്ണൻ മിന്നിത്തിളങ്ങുവോൻ. അപ്പോഴും അർജുനൻ്റെ മനസ്സിലെന്താ? കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ആളിക്കത്തിപ്പിടിച്ചുള്ള തീയിൽ ആ മട്ടിലോർത്തുടൻ കുതിച്ചു ചാടിനാനുള്ളിൽ കൃഷ്ണൻ മിന്നിത്തിളങ്ങുവോൻ. ഉള്ളം കുഴഞ്ഞാവിധം അച്യുതാംഗ്രി പത്മാശിതൻ തീയിലുടൻ പതിക്കെ അപായം ഓർത്ത് ആഞ്ഞു പിടഞ്ഞു പിന്നിലെത്തിപ്പിടിച്ചാൻ കരുണാപയോധി. കാല് നിലത്തുനിന്ന് വിട്ടു, ഇനി പതിക്കണത് അഗ്നിയിലേക്കാ. എങ്ങനെയാണെന്നറിയില്ല. ആ ഭക്തവത്സലൻ കരുണാപയോധീന, കരുണയാകുന്ന സമുദ്രം, ഭഗവാൻ ആകാശത്ത് അതായത് ഭൂമിയിലല്ല. ഇപ്പോൾ ആരെ? അർജുനൻ വക്ക്, ഈ അഗ്നികുണ്ഡത്തിൻ്റെ വക്കിൽ നിന്നിട്ടാണല്ലോ ചാടിയത്. എങ്ങനെ പിടിച്ചതെന്ന് ഇപ്പോൾ ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. അതാണ് പറഞ്ഞത് കൃഷ്ണ. അപ്പോൾ ഉള്ളം കുഴഞ്ഞ് ആവിധം അച്യുതാംഗ്രി പത്മാശ്രിതൻ തീയിലുടൻ പതിക്കെ അപായമോർത്താഞ്ഞു പിടഞ്ഞു പിന്നിലെത്തി പിടിച്ചാൻ കൃപാ കരുണാപയോധി. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ദശാധികദ്വിശതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സന്താനഗോപാലം ഭാഗം 2, 211 സർഗം. സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ അതായത് ബുദ്ധി ഉറയ്ക്കുന്ന സമയം ഒരു 3.5 വയസ്സ് 4 വയസ്സ് മുതൽ നാരായണ നാരായണ എന്ന് ജപം, അതിൻ്റെ മാഹാത്മ്യം മനസ്സിലേക്കിട്ട ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിത രീതി അങ്ങനെയായിരുന്നു. ഈ പട്ടാമ്പി പടിഞ്ഞാറേ മഠം ദേവസ്വം എൻ്റെ അച്ചമ്പങ്ങളുടെ ട്രസ്റ്റായിരുന്നു. ഇത് ഞാനൊരു 1000 പ്രാവശ്യമായി പറയണം. അവിടെ പിച്ച വെച്ച് നടക്കുക. കാരണം കൃഷ്ണ കൃഷ്ണ നാരായണ നാരായണ കേശവ കേശവ. വരുന്ന ബ്രാഹ്മണരൊക്കെ, അവധൂത ധർമ്മത്തിലുള്ള ബ്രാഹ്മണരൊക്കെ വന്ന് അവരുടെ വീര ഇതിഹാസ പുരാണങ്ങളൊക്കെ അവർ പറയും ജീവിതത്തിനെ പറ്റിയിട്ട്. എത്രയോ ധനാഢ്യന്മാർ എല്ലാം അമ്പലങ്ങളാക്കി ട്രസ്റ്റുകളൊക്കെ മാറ്റി ഒരു വഴി ഓരോ വഴി കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഏതൊക്കെ മനകളിലാണ്, ഏതൊക്കെ ക്ഷേത്ര സങ്കേതങ്ങളിലാണ് താമസിക്കുന്നത്. പ്രഭു കുടുംബങ്ങളിൽ നായരാവാം, പണിക്കരാവാം, അമ്പലവാസിയാവാം. പക്ഷേ അവിടെ വയ്ക്കാനൊക്കെ നമ്പൂതിരിമാരായിരുന്നു ഒരു കാലത്ത്. ഒരു +70+ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. പറഞ്ഞ മനസ്സിലല്ലേ? അപ്പോൾ ഈ ഭഗവാൻ എന്നുള്ള കൺസെപ്റ്റ് അവരവരുടെ മനസ്സിലെ കറ കളഞ്ഞ ഉള്ളത്തിൽ പതിയണം. ഒരു തരത്തിലുള്ള പാപഭയങ്കരമായ തോട്ട്സും വരാൻ പാടില്ല. ചുരുക്കത്തിൽ വന്നാൽ അപകടം നമുക്ക് തന്നെയാണ്. ഈശ്വരൻ തൻ്റെ ഉള്ളിലാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 1-ാം ശ്ലോകം. കാട്ടിത്തരാം വിപ്രകുമാരകന്മാരെല്ലാരെയും നീ ഇതു ചെയ്തിടല്ല. ഭഗവാൻ പറയാണ്, കാട്ടിത്തരാം. നിനക്ക് ഒരാളല്ലേ ഇപ്പം നീയെ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ പോയിട്ടുള്ളവരൊക്കെ ഞാൻ കാണിച്ചു തരാം. കാട്ടിത്തരാം വിപ്രകുമാരകന്മാരെല്ലാരെയും നീ ഇതു ചെയ്തിടല്ല. ഈ തീയിൽ ചാടുക എന്നുള്ളത് നീ ചെയ്യരുത്. ഇത് നോക്കൂ, 6, 8, 10, 12 വയസ്സിൽ ഈ ഒരു എപ്പിസോഡ് മനസ്സിലാക്കിയ ഒരാൾ തൽക്കൊല ചെയ്യില്ല, സുസൈഡ് ചെയ്യില്ല. സുസൈഡ് ചെയ്യാന്നുള്ളത് ഒന്നിനും ഒരു പരിഹാരമല്ല. അച്ഛനമ്മമാരെ ദുഃഖിപ്പിക്കുക അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഇന്നലെ വാട്സപ്പിൽ കാണണ്ടായി 19 വയസ്സായിട്ടുള്ളൊരു പെൺകുട്ടി, കുറച്ച് കറുത്തിട്ടാണ് ആ കുട്ടി, മുസ്ലിം സഹോദരി. ഞാൻ സഹോദരി എന്നല്ല പറയാം, എൻ്റെ പേര് കുട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും പ്രായ വ്യത്യാസമുണ്ട് ഞാനും ആ കുട്ടിയായിട്ട്. ആ കല്യാണം കഴിച്ച് കൊടുത്ത ഭർത്താവ്
നീ കറുത്തവളാണെന്ന് ഇങ്ങനെ ആക്ഷേപിച്ചിരുന്നു. ആ കുട്ടി ഇന്നലെ തൂങ്ങി മരിച്ചു. അപ്പോൾ തമിഴിലൊരു പാട്ടുണ്ട്, കറുപ്പുക്ക് താൻ ഏഴഴക് എന്നെന്തോ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും ആൾക്കാർ മനസ്സിലാക്കണില്ലല്ലോ. ആൾക്കാർ 2-3 കറുപ്പും വെളുപ്പും 200 ഇങ്ങനെയല്ലേ നിറമുള്ളൂ. എന്താ ഇപ്പോൾ കറുത്ത എന്താ കുഴപ്പം? മനസ്സല്ലേ നന്നാവേണ്ടത്, ആലോചിച്ച് നോക്കൂ. അപ്പം എങ്ങനെയായാലും കാട്ടിത്തരാം വിപ്രകുമാരകന്മാരെല്ലാരെയും നീ ഇത് ചെയ്തിടല്ല, നിന്ദിച്ചവൻ തന്നെ നിനക്ക് കീർത്തി വളർത്തിയിടും കുണ്ഠിതമാർന്നിടല്ല. ഇപ്പോൾ ഏതൊരു ബ്രാഹ്മണനാണെന്ന് എന്നെ നിന്ദിച്ചത്, അതിന് കാരണം നീയാണ്, സാരമില്ല, അവൻ തന്നെ കീർത്തി ഉണ്ടാക്കിത്തരും. അദ്ദേഹത്തിന് നഷ്ടം വന്ന 10 കുമാരന്മാരെയും ഞാൻ ഇതാ നിനക്ക് വേണ്ടി, അവർ എവിടെയായിരുന്നാലും ശരി ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് എന്നെ കൊണ്ട് കൊടുപ്പിക്കുന്ന പറഞ്ഞതിൻ്റെ താല്പര്യം. ഇതാണ് ഈശ്വരൻ. ആ ഈശ്വരനെ നമ്മൾ വിസ്മരിക്കാൻ പാടുമോ ഏത് സാഹചര്യത്തിലും? കാട്ടിത്തരാം വിപ്രകുമാരകന്മാരെല്ലാരെയും നീ ഇത് ചെയ്തിടല്ല, നിന്ദിച്ചവൻ തന്നെ നിനക്ക് കീർത്തി വളർത്തിയിടും കുണ്ഠിതമാർന്നിടല്ല. ഒരിക്കലും നമ്മൾ കുണ്ഠിതപ്പെടാൻ ഉള്ള ആൾക്കാരല്ല. ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം, അതാണ് നമ്മുടെ ഡെസ്റ്റിനി. പക്ഷെ നമ്മൾ ഡെസ്റ്റിനീനെ അവഗണിക്കുക ചെയ്യുന്നത്. അവജ്ഞയോർത്തിങ്ങനെ ചെയ്യിൽ, അവജ്ഞ ഓർത്ത് ഇങ്ങനെ ചെയ്യിൽ നഷ്ടം മറ്റാർക്കുമല്ല അർജുന, നീ മറന്നു സത്യത്തെ ആരായുവതിനുള്ള മുഖ്യ സാമഗ്രിയാണല്ലീ മനുഷ്യദേഹം. ഹരേന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. സത്യത്തെ ആരായുവതിനുള്ള മുഖ്യ സാമഗ്രിയാണല്ലീ മനുഷ്യദേഹം. ഇതൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കണം. ഈ മനുഷ്യൻ്റെ ശരീരം സത്യത്തെ ആരായുള്ളതാ. എന്താ സത്യം? ഞാൻ ആരാണ്? ഹൂ ആം ഐ? സത്യത്തെ ആരായ്വതിനുള്ള മുഖ്യ സാമഗ്രിയാണല്ലീ മനുഷ്യദേഹം. ഒരേ ഞൊടിക്കുള്ളിൽ അതിനു നാശമണച്ചിടും നീയതു സമ്മതിച്ചു. ഒരേ ഞൊടിക്കുള്ളിൽ തൂങ്ങി മരിക്കുക, വിഷം കഴിക്കുക, വണ്ടിക്ക് ചാടുക, തീ ചാടുക. ഒരേ ഞൊടിക്കുള്ളിൽ അതിനു നാശമണച്ചിടും നീയതു സമ്മതിച്ചു. നിനക്കതൊട്ടൊന്നിവിടം നിലയ്ക്ക് നിർത്തിയിടുവാനോർക്കുകിലാവതാണോ? നിനക്കതൊട്ടൊന്നിവിടം നിലയ്ക്കു നിർത്തിയിടുവാനോർക്കുകിലാവതാണോ? ഈ പ്രപഞ്ചത്തിൻ്റെ ഗതിവിഗതികളെ ഞാനോ നീയോ വിചാരിച്ചാൽ തടുക്കാൻ പറ്റുമോ? ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോൾ തത്വമസി മഹം ബ്രഹ്മാസ്മി ഒക്കെ അർത്ഥം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് മേലൊരു ഈശ്വരനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഫൈനൈറ്റും ഭഗവാൻ ഇൻഫിനൈറ്റുമാണ്. നമ്മൾ ലിമിറ്റഡാണ്, ഭഗവാൻ അൺലിമിറ്റഡാണ്. നമ്മൾക്ക് പരിധികളുണ്ട്, ഈശ്വരന് പരിധികളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിധികളുള്ള ഭാര്യയും പരിധികളുള്ള ഭർത്താവും പരസ്പരം സ്നേഹിക്കേണ്ട, ബഹുമാനിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ആവാം, പക്ഷേ രണ്ടുപേരും പരിധിക്ക് പുറത്തുള്ള ഈശ്വരനെ ആരാധിക്കണം. കാരണം എന്താ? നമ്മളിൽ ഈ ഐദർ സ്പൗസ് ആര് കൈവിട്ടാലും അച്യുതൻ കൈവിടില്ല. കാരണം എന്താ? ച്യുതിരഹിതനാ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരേ ഞൊടിക്കുള്ളിൽ അതിനു നാശമണച്ചിടും നീ അതു സമ്മതിച്ചു. നിനക്കതൊട്ടൊന്നിവിടം നിലയ്ക്കു നിർത്തിയിടുവാനോർക്കുകിലാവതാണോ? ആവതല്ല. അപ്പം എന്ത് ചെയ്യണം? കാലത്തിൻ്റെ ഗതിവിഗതികളെ നമസ്കരിക്കാം. അതാണ് ആസ് ആൻ ഇൻഡിവിജ്വൽ ഐ ആം ഡെഡ്ലി എഗെയിൻസ്റ്റ് അവയവദാനത്തിന് ഞാൻ എതിരാ. കാരണം എന്താ? പിന്നെ ഈശ്വരന് വല്ല വിലയുണ്ടോ? നിങ്ങൾക്ക് മരിക്കുന്ന ഒരാളെ പിടിച്ചു നിർത്താൻ ഈ അവയവദാനം പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് 18 കോടി കൊടുത്തൊരു ഇഞ്ചക്ഷൻ എല്ലാവർക്കും പറ്റുമോ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ സുഭദ്ര, പാഞ്ചാലി, യുധിഷ്ഠിരാദ്യർ നിന്നമ്മ തൊട്ടുള്ളവരത്ര മാഴുകും. ഈ ചോദ്യം, സുഭദ്ര, പാഞ്ചാലി, യുധിഷ്ഠിരാദ്യർ നിന്നമ്മ തൊട്ടുള്ളവരത്ര മാഴുകും. നിൻ്റെ സഹോദരന്മാർ, നിൻ്റെ ഭാര്യമാർ, നിൻ്റെ അമ്മ, അല്ലേ? ഓർത്തില്ല നീ ഏതും
അതെൻ്റെ കാര്യം അതത്ര നോക്കേണ്ടതിൽ എനിക്ക്. നീ എന്താ വിചാരിച്ചത്? നിൻ്റെ ഈഗോ കാരണം നീ അവരേനൊക്കെ തിരസ്കരിച്ച് നിൻ്റെ ജന്മമാണ് വലുതെന്ന് നീ തെറ്റിദ്ധരിച്ചു. അങ്ങനെയല്ല അർജുന. ഇതാണ് ഭഗവത്ഗീത പഠിക്കണേക്കാൾ ഇതാണ് പഠിക്കേണ്ടത്. കാരണം ഇത് പഠിച്ചാലല്ലേ ഭഗവത്ഗീതയ്ക്ക് പ്രസക്തിയുള്ളൂ. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ. അതാണല്ലോ ഭഗവത്ഗീത പറഞ്ഞത്. ഈ വണ്ണം അമ്പാർന്നുരച്ചെയ്തു വിങ്ങിക്കരഞ്ഞ പാർത്ഥൻ്റെ കരം പിടിച്ചു കരേറിനാൻ തേരിൽ അപാരമായ കാരുണ്യമുൾ തെങ്ങും മുദാരശീലൻ. ഇത്രയും പറഞ്ഞ് തീകുണ്ടത്തിൽ നിന്നങ്ങോട്ട് വലിച്ചെടുത്ത് തൻ്റെ സ്വർണമണി രഥത്തിൽ അങ്ങോട്ട് കയറ്റി. ഈ വണ്ണം അമ്പാർന്ന് ഉര ചെയ്ത് വിങ്ങിക്കരഞ്ഞ പാർത്ഥൻ്റെ കരം പിടിച്ച് കരേറിനാൻ തേരിൽ അപാരമായ കാരുണ്യമുൾ തെങ്ങും മുദാരശീലൻ. ഇതിനേക്കാൾ വിശേഷിക്കാൻ ഒന്നുമില്ല ഭഗവാനെ. കരേറിനാൻ തേരിൽ അപാരമായ കാരുണ്യമുൾ തെങ്ങും മുദാരശീലൻ. ദീപങ്ങളേഴിങ്ങനെ നീങ്ങി. ദീപങ്ങൾ, ഐലൻഡ്സ്, 7 വൻകരകൾ കാണാമറയത്തായി. ദീപങ്ങൾ 7 അങ്ങനെ നീങ്ങി ലോകാലോകാദ്രിതന്നപ്പുറമെത്തി വേഗം. ലോകാലോകങ്ങൾ, പർവ്വതങ്ങൾക്കും ഹിമാലയത്തിനൊക്കെ അപ്പുറം മേലെ പോകാൻ തുടങ്ങി തേര്. ലോകാദ്രിതന്നപ്പുറമെത്തി വേഗം ഇരുട്ടിൽ വല്ലാതെ കുഴങ്ങി നിൽക്കും അശ്വങ്ങൾ തൻ മുന്നിൽ അനന്തവീര്യൻ അയച്ച സൂര്യായുധ കോടി രമ്യ പ്രകാശമേന്തുന്ന സുദർശനാസ്ത്രം. കുതിരകൾക്ക് ഇരുട്ടായി. ഈ ദിനരാത്രങ്ങൾ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. 1.5-2 കിലോമീറ്റർ നമ്മൾ ഭൂമി വിട്ട് ഉയർന്നാൽ അവിടെ പിന്നെ ഇരുട്ട് മാത്രമേ ഉള്ളൂ. കാരണം ദിവസവുമില്ല രാത്രിയുമില്ല, ഒക്കെ ആകെ ഇരുട്ടാ. അതുകൊണ്ടാണ് പറഞ്ഞത് അയച്ചു സൂര്യായുധകോടി രമ്യ പ്രകാശമേന്തുന്ന സുദർശനാസ്ത്രം. മുമ്പിൽ സുദർശനത്തിനെ അയച്ചു. 1000 കോടി സൂര്യങ്ങളുടെ പ്രഭയാണ്. ഫ്ലഡ് ലൈറ്റ് ഇട്ട കൂടുതലാണ്. അപ്പോൾ കുതിരകൾക്ക്, അപ്പോൾ സുദർശനത്തിനോട് പറഞ്ഞു, വി ആർ ഹെഡിങ് ടുവേർഡ്സ് സോ ആൻഡ് സോ, യു ജസ്റ്റ് മൂവ് ഫാസ്റ്റ്, വി ആർ കമ്മിങ് ബിഹൈൻഡ് യു. ഇതാണ് തമസ്സിനങ്ങേ കരിയിങ്കലേതോ തരം തിളങ്ങുന്നൊരു ചെൽ പ്രകാശം. അപ്പോൾ തമോ ഗുണം, ഇരുട്ടിൻ്റെ അങ്ങേപ്പുറത്ത്, അക്കറിയിങ്കൽ ഏതോ തരം തിളങ്ങുന്നൊരു ചെൽപ്രകാശം. എന്താന്ന് പറയാൻ പറ്റില്ല, പറയാൻ പറ്റാത്തതെന്നർത്ഥം. കണ്ട് അർജുനൻ കൺകളിടയ്ക്കു ചിമ്മി തുടങ്ങിനാൻ. ആ പ്രകാശം കണ്ടു നിൽക്കാൻ അർജുനനെ കൊണ്ട് സാധിക്കണില്ല. അപ്പോൾ കണ്ട് അർജുനൻ കൺകൾ ഇടയ്ക്കു ചിമ്മിത്തുടങ്ങിനാൻ. വീണ്ടും അതിൻ്റെ മുമ്പിൽ കാറ്റത്തു വെൺപാൽ തിരമാല പൊങ്ങി ഇരമ്പിടും വിസ്തൃതമാം പ്രദേശം. പാലാഴിയിലേക്കാണ് പോണതേ. അവിടെയാണ് അനന്തശയനായിട്ട് ഭഗവാൻ വിഷ്ണു പള്ളി കൊള്ളണത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 9, 10, 11, 12, 13 ഒരു 5 ശ്ലോകങ്ങൾ വൈകുണ്ഠത്തിനെ പറ്റി വർണ്ണിക്കുകയാണ്. കണ്ടാൻ മണിസ്തംഭ സഹസ്രമാർന്നു മിന്നും മഹാകാലപുരം പ്രസിദ്ധം. അല്ല, വൈകുണ്ഠമല്ല, കാലൻ്റെ. കണ്ടാൻ മണിസ്തംഭ സഹസ്രം, 1000 തൂണുകളുള്ള മിന്നും മഹാകാലപുരം പ്രസിദ്ധം. അങ്ങാം ഫണമണ്ഡലരത്ന സൗമ്യ പ്രഭാന്ധരം വീശുമനന്തമൂർത്തി. അനന്തമൂർത്തി അവിടെയാണ്. കണ്ടാൻ മണിസ്തംഭ സഹസ്രമാർന്നു മിന്നും മഹാകാലപുരം പ്രസിദ്ധം. അങ്ങാം ഫണമണ്ഡലരത്ന സൗമ്യ പ്രഭാന്തരം വീശും അനന്തമൂർത്തി. ലസിപ്പത് ആ വെൺമൃദുമെത്തയിങ്കൽ അമ്പാർന്നെഴുന്നള്ളിയിരിപ്പുനാഥൻ. അല്ല, അതായത് മണിസ്തംഭ സഹസ്രമാർന്നു മിന്നും മഹാകാലപുരം, അതിൻ്റെ അങ്ങേപ്പുറത്ത്, കാലപുരത്തിൻ്റെയും അങ്ങേപ്പുറത്താണ് വൈകുണ്ഠം. അപ്പോൾ അനന്തമൂർത്തി എന്നെ കണ്ടു, അതിൽ ഭഗവാൻ പള്ളി കൊള്ളണത് കണ്ടു. ലസിപ്പതാം വെൺമൃദുമെത്തയിങ്കലമ്പാർന്നെഴുന്നള്ളിയിരിപ്പൂനാഥൻ മഹാവിഷ്ണു. കാർമേഘവർണ്ണൻ കമനീയ രത്നകിരീടഹാരാദിവിഭൂഷിതാംഗൻ. ഇന്നലെ തങ്ക
അങ്കി അണിഞ്ഞ സർവാലങ്കാര വിഭൂഷിതനായിട്ടുള്ള ശ്രീധർമ്മശാസ്താവിനെ അയ്യപ്പനെ കണ്ടു അല്ലേ? മകരജ്യോതി ഇന്നലെ 14-ാം തീയതി. ഇന്ന് 15-ാം തീയതി നമ്മൾ ആരെ കാണുന്നു? ആലോചിച്ച് നോക്കൂ, സാക്ഷാൽ വൈകുണ്ഠനാഥനെ. പക്ഷേ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന നാളെ കാലത്താണ്. ഇത് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യണമെന്ന് മാത്രം. 16-ാം തീയതി നിങ്ങൾക്ക് കിട്ടും. 15-ാം തീയതി വൈകുന്നേരം ഇപ്പം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കണം നിങ്ങളോട്. സുനന്ദനന്ദാതി നിഷേവ്യമാണ പാദാരവിന്ദൻ പയസീരുഹാക്ഷൻ. സുനന്ദനന്ദാതി നിഷേവ്യമാണ പാദാരവിന്ദൻ പയസീരുഹാക്ഷൻ. ആ മട്ടിൽ വിശ്വേശ്വരനായി വിളങ്ങും രമാവരൻ തന്നിരകത്തമന്തം. അവിടെ എത്തി. രമാവരൻ മഹാലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള തന്നരികത്തമന്തം പെട്ടെന്ന് എത്തിയെന്നാണ് പറഞ്ഞത്. പരാൽപരൻ പാർത്ഥനുമൊത്തണഞ്ഞു നമസ്കരിച്ചാൻ തൊഴുകയ്യുമേന്തി. പരാൽപരൻ ശ്രീകൃഷ്ണൻ പാർത്ഥനുമൊത്ത് അണഞ്ഞു, പാർത്ഥനോടുകൂടി അവിടെ എത്തി. നമസ്കരിച്ചാൻ തൊഴുകയ്യുമേന്തി. ഉൾപ്പീവിലൊട്ടൊന്നു പരിഭ്രമിച്ചാനുടൻ മൃദുസ്മേരമുഖാരവിന്ദൻ. പെട്ടതേ വിഷ്ണു. ഉൾപ്പൂവിലൊട്ടൊന്നു പരിഭ്രമിച്ചാനുടൻ മൃദുസ്മേരമുഖാരവിന്ദൻ. ചൊല്ലിയിടിനാൻ. ഒന്നോ നിങ്ങൾ വിഷ്ണു ചോദിക്കുക, നിങ്ങൾ ഇത്ര വേഗം ഇവിടെ എത്തിയോ? നിങ്ങളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നരനാരായണന്മാരായിട്ട് പറഞ്ഞിട്ടുള്ളവരാ. നരൻ അർജുനനും നാരായണൻ കൃഷ്ണനുമായിട്ടാണ് ഇപ്പം നിങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. നിങ്ങളുടെ രണ്ടാളുടെയും ചേർച്ച കണ്ട് ആസ്വദിക്കണമെന്ന് എനിക്കൊരാഗ്രഹം. അതൊരു വിനോദമാടി ഞാൻ. ആ സന്താനഗോപാലൻ കഥ അതാണ്. അപ്പോൾ ചൊല്ലിയിടിനാൻ നിങ്ങൾ രണ്ടുപേരെ കാൺമാൻ കൊതിച്ചിങ്ങനെ ചെയ്തതാം ഞാൻ. ധർമ്മത്തെ രക്ഷിച്ചു നീ ഭൂമിഭാരം തീർത്തിങ്ങു പോന്നിടുവിൻ. അന്തണേന്ദ്രന്മാർ കേണ്ടതുണ്ണുണ്ണികളോടൊപ്പം സുഖിച്ചു താനൊഴിയിൽ വാണിടട്ടെ. നിങ്ങളുടെ അവതാരകാരം കഴിഞ്ഞിട്ട് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ പരാൽപരൻ പാർത്തനുമൊത്തണഞ്ഞു നമസ്കരിച്ചാൻ തൊഴുകയ്യുമേന്തി. ഉൾപ്പൂവിലൊട്ടൊന്നു പരിഭ്രമിച്ചാൻ ഉടൻ മൃദുസ്മേരമുഖാരവിന്ദൻ. ചൊല്ലിയിടിനാൻ നിങ്ങളെ രണ്ടുപേരെ കാൺമാൻ കൊതിച്ചിങ്ങനെ ചെയ്തതാം ഞാൻ. ധർമ്മത്തെ രക്ഷിച്ച് ഇനി ഭൂമി ഭാരം തീർത്തിങ്ങു പോന്നിടുവിൻ. കൃഷ്ണ തൻ്റെ അവതാരോദ്ദേശം കഴിഞ്ഞു, ഇനി ഇങ്ങോട്ട് പോരുക. അന്തണേന്ദ്രൻ മാഴുകേണ്ട. അന്തണേന്ദ്രൻ വിപ്രൻ കരയേണ്ട, അയാൾക്കുള്ള ഉണ്ണികളെ കൊണ്ടുപോയിക്കോളൂ. നിങ്ങളതിലാണല്ലോ വന്നതേ. ഉണ്ണികളോടുമൊപ്പം സുഖിച്ചു താനൂഴിയിൽ വാണിടട്ടെ. ആലോചിച്ച് നോക്കൂ. കിരീടി എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ ഒരു ഓമനപ്പേരാ കിരീടി. കിരീടിയും കൃഷ്ണനും ആജ്ഞ വാങ്ങി. ഭഗവാൻ എന്നാൽ ഞങ്ങൾ വേണ്ട മാതിരി അല്ലേ വരാം. നമിച്ചു പൈതങ്ങളോടൊത്തിറങ്ങി വിപ്രന്നു കുന്തി സുതനി പ്രകാരം നൽകിയിടിനാൻ 10 കുമാരരെയും. അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ഇങ്ങോട്ട് കൊടുന്നു. കൃഷ്ണൻ്റെ മുമ്പിൽ വെച്ച് അർജുനൻ കുട്ടികളെ ബ്രാഹ്മണന് കൊടുത്തു. കിരീടിയും കൃഷ്ണനും ആജ്ഞവ. എത്ര പടപടാന്ന കഥ അവസാനിപ്പിച്ചതല്ലേ? ആ വാക്കുകളുടെ ഗൗരവം, അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ. കിരീടിയും കൃഷ്ണനും ആജ്ഞ വാങ്ങി. അതെവിടെ? വൈകുണ്ഠത്തിൽ വെച്ചിട്ട്. നമിച്ചു പൈതങ്ങളോട് തിറങ്ങി വിപ്രന്നു കുന്തി സുതനി പ്രകാരം നൽകിയിടിനാൻ 10 കുമാരരെയും. ആനന്ദപാധോധിയിൽ. ആ ബ്രാഹ്മണൻ്റെ ഒരു സന്തോഷം പറയാൻ വയ്യ. ആനന്ദപധോതിയിൽ നീന്തിയും കൊണ്ട് ആശീർവദിച്ചിങ്ങനെ ഓതി വിപ്രൻ. ക്ഷമിക്കണം, ഞാൻ അറിവില്ലാണ്ട് എന്തൊക്കെയോ പറഞ്ഞു. നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ കരുണാകടാക്ഷത്തിന് ഞാൻ എത്ര ജന്മം നന്ദി പറഞ്ഞാലും മതിയാവില്ല. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. അതാണ് പറഞ്ഞത്. ആനന്ദപദോധിയിൽ നീന്തിയും കൊണ്ടാശീർവദിച്ചിങ്ങനെ ഓതി വിപ്രൻ.
ദുഃഖിച്ചു ഞാൻ അന്ന് പഴിച്ചതുള്ളിലോർത്തിയിടലേ നീയൊരു തെല്ല് പോലും. തലനാരഴയ്ക്ക് എന്നോട് ആപത്ശങ്കകൾ ഉണ്ടാവരുത്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പലപ്പോഴും 9 പ്രാവശ്യം കൃഷ്ണ നിൻ്റെ അരമനയിൽ ഉഗ്രസേന മഹാരാജാവിൻ്റെ സൗധത്തിൽ വന്ന് ഞാൻ ബലരാമനെയും തന്നെയും പ്രത്യുപ്നെയും അനിരുദ്ധനെയും ഒക്കെ ചീത്ത വിളിച്ചു. അതിനൊന്നും മനസ്സിലൊന്നും വെക്കരുത്. ദുഃഖിച്ചു ഞാൻ അന്നു പഴിച്ചുതുള്ളിലോർത്തിയിടലേ നീയൊരു തെല്ലു പോലും. അചിന്യമാഹാത്മ്യമെഴും മുകുന്ദനെന്നും പ്രധാനന്ദനാന്നെൻ്റെ കയ്യിൽ. ഇനി അർജുനനോട് പറയാം, അചിന്യമാഹാത്മ്യമെഴും മുകുന്ദനെന്നും പൃഥാനന്ദന. പൃഥയുടെ നന്ദനൻ എന്ന അർത്ഥം വരാം. പൃഥ എന്നുള്ളത് കുന്തിദേവിയുടെ ഒരു പേരാണ്. പൃഥാനന്ദനാന്നെൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഇന്നീ ഒരവസ്ഥയാർക്കു സാധിക്കും ഈ മണ്ണിൽ മഹാനുഭാവ. ഞാൻ പട്ടാമ്പി രാജഗോപാലൻ ഈ വരികളിൽ കൂടി അനുഭവിക്കുന്ന ആനന്ദം, അല്ലെങ്കിൽ എൻ്റെ ഈ പ്രായത്തിനുള്ളിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഈശ്വരീയത എത്രയാണെന്ന് എനിക്ക് സഹൃദരായ നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇതിൽ അർജുനനേക്കാൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താ, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഞാൻ, എനിക്ക് ഈശ്വരൻ്റെ അനുഗ്രഹാശസ്സുകൾ കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരാളാണ് ഞാൻ ജീവിതത്തിൽ. പേരിന് ഞാനൊരു ഗവൺമെൻറ് സർവൻ്റായിരുന്നു, സെൻട്രൽ ഗവൺമെൻറ് സർവൻ്റാണ്, നല്ലൊരു പെൻഷനറാണ് ഞാനിപ്പോൾ. അത് വരെ എത്താൻ ഞാൻ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈശ്വരന് മാത്രമേ അറിയൂ. പക്ഷേ ഈശ്വരൻ പൂവ് പോലെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് എന്നെ സംരക്ഷിച്ച് വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇതേപോലെയുള്ള കഥകൾ സ്വയം പഠിച്ചിട്ട് ഉണ്ടാവുന്നൊരു ആനന്ദം അനുഭവിക്കുക, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനുള്ളൊരു നിയോഗം, അത് വളരെ ആത്മാർത്ഥതയുള്ള, കയ്യിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എൻ്റെ ഓരോ മിടുപ്പും അറിയവർ. അതാണ് സ്വാർത്ഥതയില്ലാത്ത, പ്രീതികരമായിട്ട് ജീവിക്കുമ്പോൾ എത്ര നല്ല നല്ല കഥാപാത്രങ്ങൾ ജീവിതത്തിൽ. ഒരു ബന്ധുവില്ല, എന്നാലോ വലിയ ആത്മബന്ധങ്ങൾ. അപ്പോൾ എന്തെന്തു ചൊല്ലിയിടിലും എന്തു തന്നെ ചെയ്തിടിലും എന്നെ ഉദാരശീലൻ. ഈ കൃഷ്ണനില്ലെങ്കിൽ അർജുന നിനക്ക് എന്ത് സാധിക്കും? ആലോചിച്ച് നോക്കൂ. അതാണ് ഇതിന് മുമ്പ് പറഞ്ഞു, അചിന്യമാഹാത്മ്യമെഴും മുകുന്ദനെന്നും പ്രധാനന്ദന നിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഇന്നീ ഒരവസ്ഥയാർക്കു സാധിക്കും ഈ മണ്ണിൽ മഹാനുഭാവ. വൈകുണ്ഠത്തിൽ പോയി നിനക്ക് വിഷ്ണുവിനെ ദർശനം കാണിച്ചു തന്നു. അവിടെ എൻ്റെ പിഞ്ചോമന മക്കൾ 10 ആളേനും കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അയച്ചു തന്നു. വേറെ വല്ലവർക്കും സാധിക്കുമോ അർജുന? ഇതാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ. നമ്മൾ കൃഷ്ണൻ ഇപ്പോൾ തലവേദന മാറ്റി തരണമെന്ന് പറയേണ്ട ആളാണോ കൃഷ്ണൻ? വീടില്ല എന്ന് പറയേണ്ട ആളാണോ കൃഷ്ണൻ? കാറ് വാങ്ങാൻ സഹായിക്കണേ എന്ന് പറയേണ്ട ആളാണോ കൃഷ്ണൻ? അല്ല. മോക്ഷം വേണമെന്ന് പറയിൻ, മോക്ഷം കിട്ടും. അത് പറയാത്തത് നിങ്ങളുടെ പോരായ്മ. അത്ര ഞാൻ പറയുള്ളൂ. എനിക്ക് മോക്ഷം വേണം ഭഗവാനെ, കാരുണ്യവാരിധേ. എനിക്ക് ജനന മരണങ്ങളാകുന്ന കാലചക്ര പ്രവാഹത്തിൽപ്പെട്ട് അലയേണ്ട ആവശ്യമില്ല ഇനിയെന്ന് ഒരു തീരുമാനം എടുക്കൂ. ഭഗവാൻ നമ്മുടെ മിതമായ ആഗ്രഹങ്ങൾ, അതാണ് ഏറ്റവും വലിയ മിതമായ ആഗ്രഹങ്ങൾ, നടത്തി തരാതെ ഉണ്ടെങ്കില്ല. എന്തെന്തു ചൊല്ലിയിടിലും എന്തു തന്നെ ചെയ്തിടിലും തന്നെ ഉദാരശീലൻ വെറുത്തിടാ കൃഷ്ണനെ എത്രമേലും വശീകരിച്ചുള്ളൊരു ഭാഗ്യവാൻ നീ ഭാഗ്യവാനാണ് അർജുന. നിന്നോട് ഭഗവാനുള്ള ഇഷ്ടം നിനക്ക് ഇപ്പം മനസ്സിലായോ? നിനക്ക് മുഖം കാണിക്കാൻ വയ്യ എന്നുള്ള തീവ്ര ദുഃഖത്തിലിരിക്കുമ്പോഴും ചെയ്തോടല്ല നീ അഗ്നിപ്രവേശം എന്ന് പറഞ്ഞില്ലേ? നീ നിൻ്റെ സുഭദ്രയെയും നിൻ്റെ പാഞ്ചാലിയെയും നിൻ്റെ സഹോദരന്മാരെയും നിൻ്റെ അമ്മയെയും ദുഃഖിപ്പിക്കരുത് എന്ന് പറയാൻ നിനക്ക് ഗൗരവം ഉള്ളൊരാൾ സതീർത്ഥ്യനായിട്ടുണ്ടായില്ലേ?
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതമാകുന്ന തേര് തെളിക്കാൻ ഭഗവാനെ ഏൽപ്പിച്ചാൽ മതി. ഭഗവാൻ ഈ തേരിൽ നിന്ന് എപ്പോഴാണ് ഇറങ്ങിപ്പോവാന്ന് പറയാൻ വയ്യ. അപ്പോൾ ഭഗവാൻ ഈ തേരിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് മോക്ഷം തന്നിട്ട് വേണേ ഭഗവാനെ എന്നിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ എന്ന് വൈകാരികമായിട്ടൊന്ന് ഉണർത്തി നോക്കൂ. എന്തെന്തു ചൊല്ലിയിടിലും എന്തു തന്നെ ചെയ്തിടിലും തന്നെ ഈ ഉദാരശീലൻ വെറുത്തിടാ കൃഷ്ണനെ എത്രമേലും വശീകരിച്ചുള്ളൊരു ഭാഗ്യവാൻ നീ. കൃഷ്ണൻ്റെ കാരുണ്യവും ഈ അനന്തമാഹാത്മ്യവും കണ്ടു കരങ്ങൾ കൂപ്പി കണ്ണീർ കനിഞ്ഞ അച്യുതപാദാരിൽ നമസ്കരിച്ചിങ്ങനെ ഓർത്തു പാർത്ഥൻ. അപ്പോൾ വെട്ടിട്ട വാഴ പോലെ അർജുനൻ ഭഗവാന്റെ കൃഷ്ണൻ്റെ പാതാരവിന്ദത്തിൽ വീണു നമസ്കരിച്ചു. കൃഷ്ണൻ്റെ കാരുണ്യവും ഈ അനന്തമാഹാത്മ്യവും കണ്ടു നകരങ്ങൾ കൂപ്പി കണ്ണീർ കനിഞ്ഞ അച്യുതപാദാരിൽ നമസ്കരിച്ചിങ്ങനെ ഓർത്തു പാർത്ഥൻ. ഒരു 3 ശ്ലോകം കൂടിയിട്ടുണ്ട്, അതോട് കഴിക്കാം. എന്തെന്തു ഞാൻ എന്തെന്തു താൻ യോഗ്യതയെങ്ങുമെങ്ങും ആർക്കാർക്കു കണ്ടിടുകിലും ജഗത്തിൽ അതൊക്കെയും പിന്നീടും ഈ മഹാന്റെ കൃപാലവം സംശയമില്ലതെല്ലും. എന്തെന്തു താൻ യോഗ്യതയെങ്ങുമെങ്ങും ആർക്കാർക്കു കണ്ടിടുകിലും ജഗത്തിൽ അതൊക്കെയും പിന്നീടും ഈ മഹാന്റെ കൃപാലവം സംശയമില്ലതെല്ലും. ഈ വണ്ണം അത്യത്ഭുതമെത്രയെത്ര ചരിത്രമുണ്ടോർക്കുകിൽ വിസ്തരിപ്പാൻ. ഇതിപ്പോൾ ഒരു എണ്ണം, ഇതേപോലെ 100 എണ്ണം 100 കഥകളുണ്ട് എനിക്ക് പറയാൻ. ഏതെല്ലാം അപകടത്തിൽ നിന്നാണ് കൃഷ്ണൻ എന്നെ കരകയറ്റിയിട്ടുള്ളത്. എൻ്റെ സ്ഥിതി അതന്നെയാണെന്ന് ഞാനും പറയണത്. ഈ വണ്ണം അത്യത്ഭുതമെത്രയെത്ര ചരിത്രമുണ്ടോർക്കുകിൽ വിസ്തരിപ്പാൻ. യഥോചിതം സർവരിലും സമസ്ത കാമങ്ങൾ വർഷിച്ചു മഹാനുഭാവൻ. അതൊന്നും പറയാൻ പറ്റില്ല. യഥോചിതം ഉചിതമായ രീതിയിൽ സർവരിലും ബ്രാഹ്മണ ക്ഷത്ര വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാണ്ട് സർവരിലും സമസ്തകാമങ്ങൾ വർഷിച്ചു മഹാനുഭാവൻ. കൊന്നും ഖലന്മാരെ ധനഞ്ജയാധ്യർ വഴിക്കു കൊല്ലിച്ചും അനന്തവീരൻ ധർമാത്മജാദാധ്യരിലൂടെ ധർമ്മപ്രതിഷ്ഠ ചെയ്തേറെ വിളങ്ങി മന്നിൽ. അതാണ് അവസാനത്തെ ശ്ലോകം. അതിൽ കൊന്നും ഖലന്മാരെ, തെറ്റ് ചെയ്യുന്നവരെ കൊന്നും കൊണ്ടും ധനഞ്ജയാദ്യർ വഴിക്കും കൊല്ലിച്ച് പാർത്ഥൻ മുഖാന്തരം കൊല്ലിച്ചും അനന്തവീര്യൻ അവസാനിക്കാത്ത വീര്യമുള്ളവൻ ധർമാത്മജാദ്യാദരിലൂടെ പാണ്ഡവന്മാരിൽ കൂടെ ധർമ്മപ്രതിഷ്ഠ ചെയ്തേറെ വിളങ്ങി മന്നിൽ. അങ്ങനെ ആ പഞ്ചപാണ്ഡവന്മാരെ എങ്ങനെ ഭഗവാൻ സ്വാധീനിച്ചിട്ടുണ്ട്, അതേപോലെ നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ അവരവരുടെ തക്കതായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ച് കീർത്തിയുള്ളവനാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം, നാളെ കാണാം. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ ഏകാദശാധികദ്വിശതമഃ സർഗഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.